ഈ വാക്സിൻ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ശേഷം വളരെ മോശമാണ്. ഞങ്ങൾ ജോലി തന്നെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു ജീവിതമാണ്. അതായത് നമ്മൾ ആംബുലൻസ് ഫീൽഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു രോഗിനെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രോഗി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. നമസ്കാരം. മാർച്ച് 20 വേൾഡ് ഹാപ്പിനെസ് ഡേ. ഒരാൾക്ക് സന്തോഷം എന്നത് വലിയ നേട്ടമാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ചെറു പുഞ്ചിരിയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷമോ ആയിരിക്കാം. ശരിക്കും എന്താണ് സന്തോഷം? ആളുകൾക്ക് സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് സന്തോഷം പറയാൻ തോന്നുന്നത് നമ്മളെ വീട്ടിൽ ഫാമിലി ആയിട്ട് ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക എൻജോയ് ചെയ്യുമല്ലേ. നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വീട്ടിൽ പോകുന്നത് അവരുമായിട്ട് നമ്മൾ എന്താ പറയുക അങ്ങോട്ടും സംസാരിക്കുന്നത്, അവരവരെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത്, നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ട് പങ്കുവെക്കുന്നത്, അങ്ങനെ അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഡ്യൂട്ടിക്ക് വണ്ടി വരെ അങ്ങാടിക്ക് വരുന്നത്, അങ്ങാടിയിലെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിച്ച് പോകുന്നത്, വണ്ടി ഓട്ടം പോകുന്നുണ്ട്. ഓട്ടം പോയി കഴിഞ്ഞിട്ടാണ് നേരെ തിരിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ തന്നെ എത്തുന്നുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടായിട്ട് സംസാരിക്കുന്നതാവുന്നു. അങ്ങനെയുള്ള ഒരുപാട് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഭാര്യ മരിച്ചുപോയി, മോള് മക്കളായിട്ടാണ് ജീവിതം സന്തോഷമായി കഴിയുന്നത്. മോളടുത്താണുള്ളത് എപ്പോഴും ഹാപ്പിയായിട്ട്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ സൂക്കറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ജോലി തന്നെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു ജീവിതമാണ്. എല്ലാ ജീവിതത്തിൽ നല്ല സന്തോഷവും സങ്കടം എല്ലാം ഉണ്ട്. എന്നാലും സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എന്നും ചിരിച്ചോളൂ. ഞാൻ തന്നെ ഞങ്ങൾ കുറേ കുടുംബക്കാരുണ്ട്, 40-46 വീട്ടുകാരുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഞങ്ങൾ ഇന്നും ഹാപ്പി ആയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതം നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക്. സന്തോഷത്തോടെ പോകുന്നു. ധർമ്മസേന വന്നേരം ഞങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനമായി. ഞങ്ങളുടെ സന്തോഷമാണ്. ഇപ്പോൾ എന്നും പണിയുണ്ട്. പണി അന്വേഷിച്ച് എവിടെ പോകുമെന്നും വേണ്ട, സ്ഥിരം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സന്തോഷം തന്നെ. 1-2 കാര്യങ്ങൾ കൊണ്ട് വളരെ സന്തോഷവാനാണ്. ഒന്ന്, ഫാമിലി ആയിട്ട് ഒത്തുകൂടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിനു പുറമെ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ, അതായത് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുമ്പോൾ പലവിധ സഹായങ്ങളും, അതായത് നമ്മൾ ആംബുലൻസ് ഫീൽഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു രോഗിനെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രോഗി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റുള്ള രോഗികൾക്കുള്ള ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം വളരെ സന്തോഷമാണ്. എൻ്റെ പിള്ളേരെയും ഭാര്യനെയും കുടുംബത്തെയും നോക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ സന്തോഷം അതാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കുടുംബത്തിനെ നല്ലതുപോലെ നോക്കുക, എൻ്റെ കുടുംബത്തിനെയും പിള്ളേരെയും കൂടെ നല്ല ജീവിതം നയിക്കുക, അതാണ് ഏറ്റവും നല്ല സന്തോഷം. ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫാമിലീൻ്റെ കൂടെ നിൽക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, പിന്നെ കൂട്ടുകാരന്മാരൊക്കെ വന്ന് ചേട്ടങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സന്തോഷം, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് ആണ് നമുക്ക് സന്തോഷമായിട്ടുള്ളത്. അങ്ങനെ ഇവിടെ അതന്നെ സുഹൃത്തുക്കൾ, ഫാമിലി, മക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴുള്ള സന്തോഷമാണ്. സന്തോഷം ഇപ്പോൾ സുഖമില്ലാണ്ട് വന്നപ്പോൾ ഈ വാക്സിൻ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ശേഷം വളരെ മോശമാണ്. അതുവരെ സന്തോഷം സുഖമായിരുന്നു. ഈ കൊറോണ വന്നല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് വളരെ മോശം തന്നെ. അതിൻ്റെ മുൽപ്പെട്ട് വളരെ സന്തോഷമായിരുന്നു. തൊഴിലും ഉണ്ടായിരുന്നു, വീടും കുടുംബാംഗങ്ങളൊക്കെ സുഖമായിട്ട് ജീവിതം കഴിഞ്ഞു പോവുകയായിരുന്നു. അതൊക്കെ സന്തോഷമാണ്. വാപ്പൻ്റെയും ഉമ്മൻ്റെയും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കായിരുന്നു. പിന്നെ ആണ്ടുകളും നേർച്ചകളും ഒക്കെ കൈയായിരുന്നു. ഇപ്പോഴൊക്കെ ഉള്ള പൈസ കിട്ടുന്നുമില്ല. ഈ മരുന്നിന് സൂക്കറിനും പൈസ ഒക്കെ പോവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിയാൽ ആ ഗുളികക്ക് ഇവിടെ എവിടെയും കിട്ടുന്നുമില്ല. അതൊക്കെ കോളേജിലും ഒക്കെ പോയാൽ ക്യൂ നിന്ന് ഞാൻ തല ഇറങ്ങി വീഴുന്ന അവസരമാണ്. എനിക്ക് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോട് ജീവിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എൻ്റെ ബിസിനസ്സിൽ നല്ല കച്ചവടം ഉണ്ടാകുക എന്നുള്ളതാണ്. കച്ചവടം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗൾഫ് യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഏതായാലും ഇനി എല്ലാവരും സന്തോഷത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.